ഋതു എന്തു പറ്റി? വിശക്കുന്നുണ്ടോ? നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോട്ടെ. വാ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ കുറച്ചധികം ഫുഡ് കാണിച്ചു തരാം. പക്ഷേ ഈ ഒരു ഫുഡൊക്കെ കാണുമ്പോൾ നമ്മുടെ വിശപ്പ് കുറയല്ല, കൂടുകയാണ് ചെയ്യാട്ടോ. ബിക്കോസ് ദിസ് ഇസ് ഓൾ ഫേക്ക് ഫുഡ്. വിശ്വാസം വരുന്നില്ലല്ലോ? അത് തന്നെയാണ് ഈ ഒരു ഷോപ്പിന്റെ സ്പെഷ്യാലിറ്റി. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഗർഹൂദിലുള്ള റെപ്ലിക്ക ഗാലറിയിലാണ്. ഇവിടെ എല്ലാ കൈൻഡ് ഓഫ് ഫുഡിന്റെയും റെപ്ലിക്കാസ് ആണ് കേട്ടോ. ഇതെല്ലാം ഫേക്ക് ആണ്. കാണുമ്പോൾ നല്ല ഒറിജിനാലിറ്റി തോന്നുന്നുണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഈ KFCയുടെയും ഫ്രഞ്ച് ഫ്രൈസിന്റെയും ഒക്കെ ഒരു പെർഫെക്ഷൻ കണ്ടോ? അടിപൊളിയായിട്ടുണ്ടല്ലേ? ഈ റെപ്ലിക്ക ഫുഡിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മളെപ്പോഴും റെസ്റ്റോറൻറ്റ്സിലൊക്കെ കണ്ടിട്ടില്ലേ ഫുഡ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്? അതൊരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മാറ്റേണ്ടി വരും. അത് കംപ്ലീറ്റ്ലി ട്രാഷിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള റെപ്ലിക്ക ഫുഡ്സ് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുറേ വേസ്റ്റേജ് കുറയ്ക്കും കേട്ടോ. റെസ്റ്റോറൻറ്റ്സിൽ മാത്രമല്ല, നമുക്കിത് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. ഈവൻ സ്കൂൾസിൽ കുട്ടികളെ പഠിപ്പിക്കാനും ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊന്നും പോരാതെ നമ്മുടെ കിച്ചൺ ഡെക്കറായിട്ടും വേണമെങ്കിൽ നമുക്കിതൊക്കെ യൂസ് ചെയ്യാം. കുക്ക്ഡ് ഫുഡ് മാത്രമല്ല, ഇതുപോലെയുള്ള ഫിഷും മീറ്റും ഒക്കെ ഇവിടെ ഉണ്ട്. കാണുമ്പോൾ ഉള്ള ഒരു പെർഫെക്ഷൻ മാത്രമല്ല, ഇതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇവർ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമുക്കിതെല്ലാം ഹോൾഡ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. കാരണം അത്രയും വെയിറ്റ് ഉണ്ട്. നമ്മളൊരു റിയൽ ഫുഡ് നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ആ ഒരു അതേ ഫീൽ തന്നെയാണ് ഈ എല്ലാ ഫുഡും നമുക്ക് എടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ബനാന സ്പ്ലിറ്റിന്റെയും സൂഷിയുടെയൊക്കെ പെർഫെക്ഷൻ നോക്കൂ. റിയൽ ഫുഡ് മാറി നിൽക്കും. ഇവർ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് കസ്റ്റമൈസ് ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ. ഇതുപോലെ കീ ചെയിൻസ് ഒക്കെ ആക്കി അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. ട്രിപ്ലിക്കയുടെ പുറകിലുള്ള ആള് നമ്മുടെ സിറാജ് അങ്കിളാണ്. അപ്പൊ എപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? ഈ ഒരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത്? ഇത് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഒരു 3-4 മാസമേ ഉള്ളൂ. ശരിക്കും ഇതൊരു 3-4 വർഷത്തെ പരിശ്രമമാണ്. ഓക്കെ. ഞാൻ ഇതിനു വേണ്ടിട്ട് ഒരു 3-4 രാജ്യങ്ങളിലേക്ക് വിസിറ്റ് ചെയ്ത് ഇതിനെ കുറിച്ച് പഠിച്ചു, ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ജസ്റ്റ് 4 months ആയി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതൊക്കെ എവിടെ നിന്നാണ് ശരിക്കും ഉണ്ടാക്കുന്നത്? ഇത് പല രാജ്യങ്ങളിലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ജപ്പാനിലുള്ള ഇതിന് ഫുഡ് കൾച്ചറാണ്. ഇത് സംപുരു എന്ന് പറയും. നമുക്ക് ജപ്പാനിലാണ് ഇതിന്റെ ശരിക്കുള്ള ഇതിന്റെ സ്റ്റാർട്ടിങ്. ഇപ്പോഴിത് ഇങ്ങനെ ശരിക്കും ഇത് ബിസിനസ് ആയിട്ട് കൊണ്ടുവരാനുള്ള ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 3-4 വർഷമായി ഇതിനു വേണ്ടിട്ട് കുറെ സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്ത് ഇതിനെ കുറിച്ച് പഠിച്ചു. ഇപ്പൊ അറ്റ് ലാസ്റ്റ് ഓക്കെ. ഇതിപ്പോ നമ്മള് ഇത് ഈ ഫുഡ് അല്ലാതെ വേറെ ഔട്ട്ലെറ്റ്സിലേക്കൊക്കെ പറയുവാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് എല്ലാ കസ്റ്റമേഴ്സും നിങ്ങൾക്ക് ഒരു പീസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പീസ് ഉണ്ടാക്കി തരും. അതെ. ഇനി ഫുഡ് ഈ കുക്ക്ഡ് ഫുഡ് അല്ലാതെ ഇവിടെ ഫ്രൂട്ട്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കാണിച്ചോളൂ. റിയൽ ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട്. ഇതും നമ്മൾ ഇതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കും അല്ലേ? ഈവൻ നമുക്ക് ചെറിയ നട്ട്സ് പോലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഗർഹൂദിലുള്ള ഈ ഒരു റെപ്ലിക്ക ഗാലറിയിൽ വരുവാണെങ്കിൽ ലോകത്തുള്ള ഏത് കൈൻഡ് ഓഫ് ഫുഡിന്റെയും റെപ്ലിക്ക അവർ ചെയ്തു തരും. അതും സിറാജിക്ക പറഞ്ഞ പോലെ ബൾക്ക് ഓർഡർ ആയാലും ഇവണ് സിംഗിൾ പീസ് വരെ അവർ ചെയ്തു തരും. സോ അൺവാണ്ടഡ് ആയിട്ട് ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇതിലും ബെസ്റ്റ് ഒരു ഓപ്ഷൻ നമുക്കിനിയില്ല. സോ ഗൂഗിളിൽ റെപ്ലിക്ക ഗാലറി ഗർഹൂദ് എന്ന് സെർച്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ലൊക്കേഷൻ. അതുപോലെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കോൺടാക്ട് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. മച്ച് ലവ് ആൻഡ് ഗോഡ് ബ്ലെസ്.